ഗോപേട്ടാ നമസ്കാരം. ഞാൻ ഒരു 1984 കാലഘട്ടത്തിലാണ് കവളപ്പാറ ശ്രീദേവി ടീച്ചറെ ശിഷ്യനായി കുച്ചിപ്പുടി പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നത്. അപ്പോൾ അന്ന് മുതലുള്ള ഒരു കണക്ഷനാണ് ഗോപിയേട്ടനായിട്ടുള്ളത്. ഗോപിയേട്ടൻ്റെ അന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ ഏറെക്കുറെ എനിക്കറിയാം. നമ്മൾ നല്ലൊരു സൗഹൃദം വരെ എത്തിയിട്ടുള്ളതാണ്. വലിയൊരു കലാകാരൻ, വലിയൊരു ആശാനൊക്കെ ആയ താങ്കളെ പരിചയപ്പെടാൻ പറ്റിയത് അന്നും വലിയ സന്തോഷമുണ്ട്. ഇന്നത് ഓർക്കുമ്പോൾ വലിയൊരു ഇതാണ്. അപ്പോൾ ഞാൻ എന്തായാലും കലകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഗുരുജി സുരജി നാട്യത്തിനൊരു പാഠ്യപദ്ധതി എന്നൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഗുരുജി സുരജി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ളതിൽ ഞാൻ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് പ്രവേട്ടനെയാണ്. മുമ്പൊരിക്കൽ ഞാനിതുപോലൊരു എപ്പിസോഡിൽ പറഞ്ഞപ്പം തുള്ളലിനെക്കുറിച്ചും കഥകളിയെക്കുറിച്ചൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇങ്ങനെ മനസ്സിൽ പ്രവേട്ടൻ്റെ ആണ് മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴോ എന്താ അന്വേഷിച്ചപ്പോൾ എന്തോ വയ്യായിക ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതാണ് വരാതിരുന്നത്. എന്തായാലും ഇന്ന് അതിനൊക്കെയുള്ളൊരു അവസരം ഒത്തു. ഒരു മഹത്തായൊരു കലാകാരൻ, കലാമണ്ഡലത്തിൽ അനേക വർഷം അധ്യാപകനായി ജോലി ചെയ്ത് പ്രൊഫസറായി റിട്ടയർ ചെയ്ത് അനവധി വേദികളിൽ തുള്ളൽ അവതരിപ്പിക്കുകയും നല്ല നല്ല വിദ്യാർത്ഥികളെ ഓരോ ജില്ലയിലും മെരുക്കിയെടുക്കുകയും അവരെ ജില്ലയിലും സബ് ജില്ലയിലും സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം വരെ എത്തിയ കഥകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്ന താങ്കളിൽ നിന്ന് പുതിയ തലമുറയ്ക്ക് നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ കലാരംഗത്ത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. അതാണ് ആ പ്രയാസങ്ങളിൽ നിന്ന് എങ്ങനെ കലാമണ്ഡലം മോചനം വന്നു, എങ്ങനെ കലാമണ്ഡലം ഗോപിനാഥപ്രഭ ഇന്ന് കേരളമല്ല കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിൽ പോലും അറിയപ്പെടുന്ന രീതിയിൽ എത്തിയത് താങ്കളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് പ്രേക്ഷകർക്ക് ലഭിച്ചാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഇവിടെ തുടങ്ങിക്കോളൂ. ഞാൻ വളരെ ചെറുപ്പത്തിൽ, അതായത് എനിക്കൊരു 12 വയസ്സ് 13 വയസ്സേ ഉള്ളൂ. അന്നാണ് ഞാൻ കലാമണ്ഡലത്തിൽ തുള്ളൽ പഠിക്കാൻ ചേരുന്നത്. അപ്പോൾ ഓട്ടം തുള്ളൽ അവിടെ ആദ്യമായിട്ട് തുടങ്ങുകയാണ്. അതിനൊരു കാരണമുണ്ട്. മഹാകവി വള്ളത്തോൾ ഉള്ള കാലത്ത് നെഹ്റു ഒരു പ്രാവശ്യം കലാമണ്ഡലത്തിൽ വരാൻ ഇടയായി. അന്ന് മലബാർ രാമൻ നായരാശാൻ്റെ ഒരു തുള്ളൽ കണ്ടു. ആര്? നെഹ്റു. അപ്പോൾ ആ തുള്ളൽ വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ തുള്ളൽ ഇവിടെ പഠിപ്പിക്കുന്നില്ലേ എന്ന് മഹാകവിയോട് ചോദിച്ചു. അപ്പോൾ മഹാകവി പറഞ്ഞു, ഇല്ല, ഇവിടെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ തീർച്ചയായിട്ടും ഇത് ഇവിടെ പഠിപ്പിക്കണം, അതിന് എന്താ ചിലവ് വരുന്നതെങ്കിൽ അത് ഞാൻ വഹിക്കാം എന്നും പറഞ്ഞ് അന്ന് തന്നെ മാസം ഒരു 600 രൂപ മാസം അങ്ങനെയായിട്ട് അദ്ദേഹം അവിടെ അലോട്ട് ചെയ്തു. അപ്പോൾ അതൊരു വലിയ കാര്യമായി. മനസ്സിലാവും. അന്ന് ആ കാലത്ത് തുള്ളലിന് വേണ്ടി ഒരു 4 വിദ്യാർത്ഥികളെ എടുക്കണം. അതിൽ ആദ്യത്തെ വിദ്യാർത്ഥിയാണ് ഞാൻ. അപ്പോൾ അന്ന് 4 വിദ്യാർത്ഥികളിൽ 3 വിദ്യാർത്ഥികൾ തുള്ളൽ പഠിക്കാനും ഒരാൾ മൃദംഗത്തിനുമാണ്. അങ്ങനൊരു സെറ്റാണ്, അങ്ങനെയാണ് എടുക്കണത്. അപ്പോൾ വളരെ വിനയത്തോടു കൂടി ഞാൻ അവിടെ ചെന്ന് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. പിന്നെ എന്നെ എടുത്തുകൂടെ എനിക്ക് വളരെ സന്തോഷമായി അതിൽ. പക്ഷേ ഒരു മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു അന്ന്. കാരണം ഉഴിച്ചൽ, മെയ്സാധകം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ച് കടുപ്പാണ് അന്നത്തെ കാലത്ത്. 3 മണിക്ക് എണീക്കണം പുലർച്ചെ. അപ്പോൾ കണ്ണ് സാധകം പറഞ്ഞൊന്നുണ്ട്. കണ്ണിനെ നമ്മൾ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ അത് ഓപ്പോസിറ്റായിട്ടും റൗണ്ട് ചെയ്യണം. പിന്നെ അതിനെ മൈനസായിട്ട് ഇങ്ങനെ അത് കഴിഞ്ഞ് പ്ലസ്സായിട്ട് ഇങ്ങനെ എടുക്കണം. അങ്ങനെ പിന്നെ കോണ് എന്ന് പറയും. കോണുമായിട്ട് കണ്ണിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ചെയ്ത് തടം ഇളക്കാൻ. ദേഷ്യത്തിനൊക്കെ നമ്മൾ സാധാരണ തടം ഇളക്കി കൊണ്ടാണ് കാണിക്കുക. അതിന് തടം ഇളക്കി ശീലാകണം. അങ്ങനെ അതൊന്ന്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ രാവിലെ ചെയ്യാനുണ്ട്. പിന്നെ മെയ്സാധകം, ശരീരത്തെ എണ്ണയൊക്കെ പുരട്ടി ഉഴിച്ചലിന് ചെന്ന് കിടക്കണം. അതിനു മുന്നേ ഈ മെയ്സാധകം പറഞ്ഞ ഒന്നുണ്ട്. അതിന് ഈ കളരിപ്പയറ്റിൻ്റെ മാതിരി ഒരു വഹഭേദം
ഉള്ളവരാണ്. അവർ 5 തൊഴുതുകുമ്പിടൽ, മനസ്സിലായോ, കാല് വീശൽ, ഇങ്ങനെ ഒരു തവളച്ചാട്ടം മാതിരിയുള്ളൊരു ചാട്ടം, ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ദിത്തത്ത എന്ന് പറഞ്ഞൊരു ചുവടുണ്ട്. അത് കാലിൽ ചവിട്ടുകയാണ്. അത് 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, 4-ാം കാലം, പിന്നെ 4-ാം കാലം, 3-ാം കാലം, 2-ാം കാലം, 1-ാം കാലം, ഇങ്ങനെ അവരോഹണമായിട്ട് ചവിട്ടണം. അങ്ങനെ സ്പീഡിൽ പോയിട്ട് പിന്നെ അതിനെ കുറച്ച് കൊണ്ടുവന്ന് അങ്ങനെ ചെയ്ത് സ്പീഡ് കൂടി എല്ലാവരും ഓരോ സെറ്റായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഒരു 7-8 ആളുണ്ട് ഇങ്ങനെ ഒരുമിച്ച് അവരെ പഠിപ്പിക്കും. ഇങ്ങനെ അത് കഴിഞ്ഞ് ഈ ചാട്ടം ഉണ്ട്. ആ ചാട്ടം ചാടിയിട്ട് നമ്മൾ ഉഴിച്ചിലിന് വന്ന് കിടക്കുകയാണ്. അപ്പോൾ തിരിക പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ഓല കൊണ്ടുണ്ടാക്കിയത്. അത് ഈ 2 മുട്ടിനും വെച്ച് കമന്ന് ഇങ്ങനെ തവള കിടക്കണമാതിരി ഇങ്ങനെ കിടക്കുക. അപ്പോൾ അവർക്ക് മുകളിലൊരു കമ്പിയുണ്ട്, ഇങ്ങനെ അതിൽ പിടിച്ചിട്ട് ആശാൻ വന്ന് അങ്ങോട്ട് ഉഴിച്ചിലാണ് അവിടെ ശരീരത്ത് എണ്ണയൊക്കെ ഇട്ടിട്ട് ഒഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് ചാട്ടമൊക്കെ ചാടിയിട്ട് അവിടെ പോയി ഇരിക്കും. കുളിയോ മറ്റേ നിത്യകർമ്മങ്ങൾ ഇതെല്ലാം ചെയ്യുക. അത് കഴിഞ്ഞ് 8:30 ക്ലാസ് തുടങ്ങുമെന്ന് കാലത്ത്. ആ 8:30 മുന്നേ ഒരു 7:15 പോയി കഞ്ഞിയൊക്കെ കുടിക്കണം. 8:30 ക്ലാസ് തുടങ്ങും. ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഗുരുനാഥൻ, ആദ്യത്തെ ഗുരുനാഥൻ മലബാർ രാമൻ നായർ ആശാനാണ്. മലബാർ രാമൻ നായർ ആശാൻ അന്ന് പ്രസിദ്ധിയുള്ള ഒരാളാണ്. തുള്ളലിൽ ഒരു ജീനിയസായ ഒരാൾ, അതിന് മുന്നേ ഇത്രയും പ്രഗത്ഭനായ ഒരാളില്ല, അത്രയും മിടുമിടുക്കണ. അദ്ദേഹത്തിനെയാണ് കലാമണ്ഡലത്തിലെ അധ്യാപകനായിട്ട് ഒരാളായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ 2ാമത് ഹെൽപ്പ് ഒരു ദിവാകരൻ നായർ ആശാൻ, KS ദിവാകരൻ നായർ പറയും, അദ്ദേഹത്തിനെയാണ്. അങ്ങനെ ഇവർ 2 പേരുമാണ് പഠിപ്പിക്കുന്നത്. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് കലാമണ്ഡലം ഏറ്റെടുത്തു. അതിന് മുന്നേ മഹാകവി തനിയെ നടത്തിയിരുന്നതാണ് കലാമണ്ഡലം. 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കലാമണ്ഡലം ഗവൺമെൻറ് ഏറ്റെടുത്തത്. ഏറ്റെടുത്തതിൽ മുതൽ സ്റ്റൈപ്പൻ്റായി 25 രൂപ സ്റ്റൈപ്പൻ്റ്. അതിലൊരു 20 രൂപയോളം ഭക്ഷണ ചെലവിന് അവിടെ തന്നെ വരും. അങ്ങനെ ഒരു 4 കൊല്ലം ഞാൻ കലാമണ്ഡലത്തിൽ തുള്ളൽ അഭ്യസിച്ചു. ഡിപ്ലോമ ഫസ്റ്റ് ക്ലാസ്സായിട്ട് പാസ്സായി ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെ ഒരു മനുഷ്യനറിയില്ല അന്ന്, അതൊരു കാലം. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇരിക്കുകയാണ് കുറച്ച് കാലം. അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ വെച്ചാൽ, അപ്പോൾ രാമൻ നായർ ആശാനെ ഡൽഹിയിൽ ഒരു മെഡല് നെഹ്റു കൊടുക്കുന്നുണ്ട്, അവിടെ ഒരു തുള്ളൽ വേണമെന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുക. അവിടെ പോയിട്ട് ഈ ഓട്ടംതുള്ളൽ നടത്തണം. അപ്പോൾ അദ്ദേഹത്തിന് ഈ ആസ്മയുടെ അസുഖമുണ്ട്, അത് അധികമായി. ഒരു മാറ്റിത്തെന്ന് പറയട്ടെ, നെഹ്റുവിന് അന്ന് വരാനും പറ്റിയില്ല. കാരണം ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് മരിച്ചുപോയി അന്നത്തെ ദിവസം. അന്ന് ആശാൻ ഓട്ടംതുള്ളൽ അവിടെ നടത്തി. വേറെ ആരോ ഒരു സ്വർണ്ണ മെഡൽ സമ്മാനിച്ചു രാമൻ നായർ ആശാന്. അതുമായിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോന്നു. വരുമ്പോൾ കുറേ പ്രോഗ്രാം ഏറ്റിട്ടുണ്ട് തെക്കോട്ട് തിരുവിതാംകൂറിൽ. അപ്പം ഇനി ആരാ ഓട്ടംതുള്ളൽ കളിക്കാൻ, നിവൃത്തിയില്ലല്ലോ എനിക്ക്. ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു, എന്തിനാ പേടിക്കണേ, അടുത്ത് കവളപ്പാറയിൽ ഗോപിനാഥ് പറഞ്ഞിട്ട് ആളുണ്ട്, പയ്യനുണ്ട്, അവനെ നമുക്ക് കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ കവളപ്പാറയാണ്. ചെണ്ടയിൽ യോഗ്യനായൊരാളുണ്ടായിരുന്നു, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ. അദ്ദേഹം കഥകളി ചെണ്ടയാണ്. അതിൽ ഉസ്താദാണ് താനും അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, എൻ്റെ വീടിൻ്റെ അടുത്താണ് അദ്ദേഹം. രാമൻ നായർ ആശാൻ വന്നു ഇരുന്നു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഗോപി ഒന്ന് വിളിക്കണമല്ലോ പറഞ്ഞു. തങ്കപ്പൻ ജ്യേഷ്ഠൻ പറയും, എൻ്റെ ഒരു ജ്യേഷ്ഠൻ തുല്യൻ ഒരാളുണ്ട്, അദ്ദേഹത്തെ വിട്ട് കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ ആശാൻ പറഞ്ഞു, നീ എൻ്റെ കുറച്ച് ഓട്ടംതുള്ളൽ ഞാൻ ഏറ്റിട്ടുണ്ട്, നടത്തണം എന്ന് പറഞ്ഞു. ഓ നടത്തിക്കോളാം എന്ന് പറഞ്ഞ് എന്നെയും കൂട്ടി കൊണ്ട് പോകും. അപ്പോൾ എവിടെയാ സ്ഥലം? ആലപ്പുഴ കിടങ്ങാമ്പറമ്പത്ത് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആലപ്പുഴയിൽ. അവിടെ മുല്ലയ്ക്കൽ പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടേക്കാണ് പ്രോഗ്രാം ഏറ്റിരിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ കൊല്ലത്താണ്. കൊല്ലത്ത് 9 ദിവസത്തെ പ്രോഗ്രാമാണ്. പടയാറ്റുകോട്ട ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയും. അവിടെ 9 ദിവസവും അവിടെ ഓട്ടംതുള്ളലാണ്. അത് അഷ്ടമിരോഹിണി ദിവസം ഉറിയടിയാണ്, ഓണക്കാലം ഏരിയയാണ്. അപ്പോൾ ഈ ഉറിയടി നടത്തുന്നവരെ
ഓട്ടംതുള്ളൽ എല്ലാ ദിവസവും ഓരോ തുള്ളൽ അവിടെ ഉണ്ട്. അപ്പോൾ ചിലവ് മുഴുവൻ ഈ മലയാള രാജ്യം പ്രസ് ഉണ്ടായിരുന്നു പണ്ടൊരു പേപ്പർ, അദ്ദേഹത്തിൻ്റെ ഓണറാണ് അവിടെയാണ് ഈ അമ്പലം, വടയാറ്റുകോട്ട ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അവിടെ എന്നും തുള്ളലാണ്, ഉത്സവമാണ്. ആ തുള്ളൽ ഒരു ദിവസം 4, അതായത് 8 തുള്ളൽ ഞാൻ ചെയ്തപ്പോൾ 9-ാം ദിവസം ചന്ദ്രശേഖരൻ നായരാണ് പറഞ്ഞു, എനിക്ക് രാമൻ നായരുടെ തുള്ളൽ ഒന്നും കൂടി കാണാൻ സാധിക്കില്ലേ എന്ന് ചോദിച്ചു. ഓ, ഇന്ന് ഞാൻ തുള്ളാം എന്ന് പറഞ്ഞ് സന്താന ഗോപാലം എന്ന് പറഞ്ഞൊരു കഥ ആശാൻ അന്ന് അവിടെ തുള്ളി. അവസാനമായിട്ട് തുള്ളുന്നത് അവിടെയാണ്. അതിനുശേഷം അദ്ദേഹത്തിന് വയ്യ. അങ്ങനെ തിരുവനന്തപുരത്ത് അഭേദാനന്ദ ആശ്രമം എന്ന് പറയും, അവിടെയാണ് പിന്നെ പോകേണ്ടത്. ഞങ്ങളവിടെ പോയി, അവിടെ ഞാനാണ് തുള്ളിയത്. ഒരു സ്കൂളിലൊരു പ്രോഗ്രാം ഏറ്റിട്ടുണ്ട്, അത് നടത്തി തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തിന് ഈ ആസ്മ കൂടുതലായി. അങ്ങനെ ബസ് കയറി സ്ത്രീകളുടെ സീറ്റിൽ കയറിയിരിക്കുക, അങ്ങനെ സാധാരണ പതിവില്ലാത്തതൊക്കെ ചെയ്യുക. അപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, അവിടെ ഇരുന്നോട്ടെ, വയ്യാത്ത ആളല്ലേ എന്നൊക്കെ പറഞ്ഞു. ആലപ്പുഴ വന്നിറങ്ങി. ആലപ്പുഴ എത്തിയപ്പോഴേക്കും അദ്ദേഹം ബെല്ലടിച്ചിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി ആശാൻ, തീരെ വയ്യ. അങ്ങനെ കൊല്ലത്ത് വന്ന് എങ്ങനെയൊക്കെയോ കൊല്ലത്തെത്തി ഒരു തിണ്ണയുണ്ട്, കടയുടെ തിണ്ണ, അതിൽ കയ്യും വെച്ചിങ്ങനെ ശ്വാസം വലിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ അന്ന് ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ടില്ല, അങ്ങനത്തെ ഒരു കാലമാണ്. നമ്മൾ വേഗം ഒരു ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ സൈക്കിൾ രക്ഷ പറഞ്ഞൊന്നുണ്ട്, ആളെ കയറ്റി, അതിൽ കയറ്റി ഒരു ഡോക്ടറെ അടുത്ത് ചെന്നു. അദ്ദേഹം പറഞ്ഞു, ജനറൽ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ, ഞാൻ വിചാരിച്ച വഴിയില്ല എന്നും പറഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ ആ വഴിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു, രാമൻ നായർ ആശാൻ. അപ്പോൾ ആശാൻ്റെ ചെരുപ്പും ഈ പെട്ടിയും ഒക്കെ തൂക്കിയിട്ട് ഞാൻ പുറകെ ഓടുകയാണ്. തങ്കപ്പച്ചേട്ടൻ്റെ മടിയിലിരുന്നിട്ടാണ് കൊണ്ടുപോകണത്. അവിടെ ചെന്ന് ഡോക്ടർ ഇതിപ്പോൾ വരും എന്ന് പറഞ്ഞൊരു 5 മിനിറ്റേ ഉള്ളൂ. 5 മിനിറ്റ് വേണ്ടി വന്നില്ല, അത് ഡോക്ടർ വന്നു, തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഓ തീർന്നു പോയല്ലോ എന്ന്. അപ്പോൾ ഈ രാമൻ നായർ ആശാൻ ഏറ്റവും പേരെടുത്തൊരാളാണേ. തിരുവനന്തപുരത്ത് അറിയപ്പെടും, കൊല്ലത്ത് അറിയപ്പെടും. വെച്ചാൽ അന്നത്തെ കാലത്ത് ആൾ കേരളയാണ് അദ്ദേഹം അങ്ങനെ പരിപാടി നടത്തുന്നത്. അപ്പോൾ എന്തേ ഉണ്ടായെച്ചാൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ എന്താ ചെയ്യേണ്ടത് വെച്ചല്ലോ, വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു, വഴിക്കുള്ള മരണമാണ്, അതുകൊണ്ട് ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യണം, മോർച്ചറിയിൽ കൊണ്ടുപോയി കിടത്തിക്കോളൂ പറഞ്ഞു. അവിടെ കൊണ്ടുപോയി കിടത്തി. അപ്പോഴേക്കും തങ്കപ്പച്ചേട്ടൻ ഓടി ചന്ദ്രശേഖരൻ നായരുടെ അടുത്ത്, ഇങ്ങനെയാണല്ലോ ആശാനെ ഇങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് കിടത്തിയിരിക്കുകയാണ്. അയ്യോ, അത് അറിഞ്ഞില്ലല്ലോ ഈശ്വര പറഞ്ഞൊരു ഡോക്ടർ പൊന്നൻ പറഞ്ഞൊരാളെ കൂടെ വലിയ മോട്ടോർ സൈക്കിളിൽ പറഞ്ഞയച്ചു. ആ പോരുമ്പോൾ തന്നെ അധികം കണക്ക് കൂട്ടിയിട്ട് ഒരു കിഴിപ്പണം, ചില്ലറയാണെന്ന് തോന്നുന്നു, അത് തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കവറിൽ കുറച്ച് പൈസ ഇട്ട് തന്നിട്ടുണ്ട്. ഇത് മറ്റേ ഹെഡ് കോൺസ്റ്റബിൾ എന്താ പറയില്ലേ, അദ്ദേഹത്തിന് കൊടുക്കുക, SIക്ക് മറ്റേത് SIക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് അവിടെ കൊണ്ടുപോയിട്ട് പോക്കറ്റിൽ 2 പേർക്ക് ഇട്ട് കൊടുത്തു. മോർച്ചറിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ശവം തിരിച്ച് കിട്ടി. പിന്നെ ഒരു വണ്ടി വേണം പോരാൻ. അതിന് നോക്കുമ്പോൾ പണ്ട് ഈ ഹെറാൾഡ്, പണ്ട് ഈ മുഖമൊക്കെ അത് എങ്ങനെയായിട്ടുള്ള വണ്ടിയുണ്ട്, കണ്ണൊക്കെ ഇത്രയായിട്ട് ചവിട്ടുവടിയൊക്കെ ഉള്ള പഴയ വണ്ടി ഓർമ്മയുണ്ടാവും. സ്റ്റാർട്ടാക്കണ ഒരു വടിമാതിരി വന്നാൽ ആ കമ്പി ഇട്ടിട്ട് വേണം അങ്ങനെ സ്റ്റാർട്ടാക്കാൻ. അങ്ങനെ ഒരെണ്ണം കുറേ ഓടുമ്പോൾ നിൽക്കും അത്, അങ്ങനെ ഒരു വണ്ടി. അത് ഒരു വീട് മാതിരിയാണ്. അതിലേക്ക് ഈ ശവം കയറ്റിയപ്പോൾ കാല് കുറേ നേരമായതുകൊണ്ട് ആശാൻ്റെ കാലൊന്നിങ്ങനെ ബലം വന്നിരിക്കണു. അപ്പോൾ ഈ പൊന്നൻ അവിടെ ഈ ഡോറോട് കൂടി അമർത്തിയേണ്ട അടച്ച് ഞങ്ങൾ ഇരുത്തി വൈക്കത്തേക്ക് വിട്ടു. വൈക്കത്താണ് വൈഫുള്ളത്. അവിടെയുണ്ട് വന്നിട്ടുണ്ട് ഗംഭീര നിലവിളി. ആരെ? വൈഫ്. എന്താ ചെയ്യുക, ചേച്ചിയുടെ ഈ നിലവിളി കാരണം ചെവി അടച്ചുപോയി, പിന്നെ ചെവി കേൾക്കില്ല, അങ്ങനെയായി. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ശവസംസ്കാരമൊക്കെ അവിടെ നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുട്ടിയാണ്, എനിക്കൊന്നും കാണാൻ വയ്യ. ഞാൻ ആയാങ്കുടി പറഞ്ഞൊരു സ്ഥലമുണ്ട് തെക്ക്, അവിടേക്ക് ഞാൻ യാത്ര ചെയ്തു, അവിടെ വന്നിരുന്നു. അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. കുറേ കാലം കഴിഞ്ഞ് 2-3 മാസം 4 മാസം കഴിഞ്ഞപ്പോൾ തങ്കപ്പജ്യേഷ്ഠൻ വിളിച്ചു, രാമൻ നായർ ആശാൻ്റെ പരിപാടിക്ക് ഉള്ള കത്തുകൾ ഇങ്ങനെ വീണ്ടും വരുന്നുണ്ട്, ഗോപിക്ക് നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ എന്നെ രണ്ടാമതും വിളിച്ച് ഞാൻ അവിടെ ചെന്ന്
ഈ ആശാന് വരുന്ന കുറേ പരിപാടികൾ അത് മുഴുവൻ നടത്തുകയാണ്. അന്ന് എനിക്ക് ദിവസ പ്രോഗ്രാമാണ്. മൂക്കൊപ്പുള്ളി, നാശായി, അങ്ങനെ ഞാൻ വൈക്കത്ത് താമസമായിരുന്നു. അപ്പോൾ ഒരു 16 കൊല്ലം വൈക്കത്ത് താമസിച്ചു. അന്ന് ഒരു ദിവസം മന്നത്ത് പത്മനാഭൻ്റെ ജീവചരിത്രം ഒരാൾ എഴുതി തന്നു, മീശാൻ എന്നുള്ള തൂലിക നാമത്തിൽ. അത് ഞാൻ മന്നത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു. അതിന് അവർ 18 ഗ്രാമിൻ്റെ ഒരു സ്വർണ്ണ മെഡൽ എനിക്ക് സമ്മാനിച്ചു. ആരെ? മന്നത്ത് പത്മനാഭൻ. അപ്പോൾ എനിക്കെന്താ സൗകര്യമെങ്കിൽ ഇയാൾ സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഈ മൈക്കിൽ കൂടെ എല്ലാ സ്ഥലത്തും അന്ന് എക്സിബിഷൻ നടക്കുകയാണ് അവിടെ ഗംഭീരമായിട്ട്. അപ്പോൾ ഈ മൈക്കിൽ കൂടെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇങ്ങനെ കേൾക്കാനുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് ആ സ്റ്റേജിലൊന്ന് പോകണമല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരുന്നു ഓരോ മന്നം. അപ്പോൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാനൊക്കെ എളുപ്പമായി. ഭാര്യയുണ്ട് അടുത്ത്. അപ്പോൾ ഞാനിങ്ങനെ സൗകര്യമായല്ലോ. അപ്പോൾ ഞാൻ നല്ല അന്ന് കുറച്ചും കൂടെ ആരോഗ്യമുള്ള കാലമാണ്. നല്ല ചുണയായിട്ട് അദ്ദേഹത്തിനെ ചൂണ്ടിക്കാണിച്ചൊക്കെ. ഈ നായന്മാരുടെ തലവനാണ് ആര്? മന്നം. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ വരികൾ കുറേ ഞാൻ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നാണ്. പക്ഷേ നായന്മാരുടെ കുറച്ച് ജാതി പറയും ഇങ്ങനെ, നായന്മാരുടെ ഇടയിൽ പല പല ജാതികളുള്ളതു മൂതിയിടാൻ ഞാൻ, നായന്മാരിതു കേൾക്കും നേരം നാണക്കേടു നടിക്കും നൂനം, ഇല്ലത്ത് നായരും കിരിയത്ത് നായരും പിന്നെ സ്വരൂപത്തിലുള്ളതാ നായരും, ചക്കാല നായർ, ഇടശ്ശേരി നായരും, ഭണ്ഡാരി നായരും, വാത്തിയാൻ നായരും, വെളുക്കിത്തല വെളുത്തേടൻ വെളിയനും, കർക്കം വെള്ളി, പിന്നെ ശീതികൻ പള്ളിച്ചാൻ, ഇങ്ങനെ കുറേ നായന്മാരാണ്, ഒന്നൊന്നുമല്ല. അപ്പം ഇതൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്. അദ്ദേഹത്തിന് വലിയ കാര്യമായി. അതേമാതിരി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം അന്നൊക്കെ 4ാം ക്ലാസ്സിലാണ് ചേരുക, മനസ്സിലായി. എന്നിട്ട് 3ലേക്ക് ജയിക്കുക ചെയ്യുക. പിന്നെ 2ലേക്ക് ജയിച്ച് 1ാം ക്ലാസ്സായിട്ട് പാസ്സാവുക. അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് അന്ന്. പിന്നെ ഇതും വക്കീലായി. അങ്ങനെയൊക്കെ കുറേ കാലം ഞാൻ വൈക്കത്ത് പരിപാടികളുമായിട്ട് അങ്ങനെ നിന്ന്. പക്ഷേ ഒരു കാലത്ത് പിന്നീട് ഈ സാമ്പത്തിക പ്രശ്നം, ഈ ഓട്ടം തുള്ളൽ കൊണ്ട് ഈ നിസാര പൈസയും മറ്റുമൊക്കെ കിട്ടിയിട്ട് തുള്ളൽ നടത്തിയിട്ട് ജീവിതമാർഗം നടത്താൻ സാധിക്കാതെ വരുവാണ്. അങ്ങനൊരു കാലത്ത് ഞാൻ അവിടുന്ന് തിരിച്ചു പോന്നു, ഷൊർണൂർ വന്നു. അവിടെയാണ് എൻ്റെ സ്വദേശം, കവളപ്പാറ. അങ്ങനെയാണ് സുരേന്ദ്രനെ ഞാൻ പരിചയപ്പെടുന്നത്, മനസ്സിലായോ? അന്ന് ഞങ്ങൾ ചില വിക്രസുകൾ, ചില ബാലെ അത് ഇതൊക്കെ എൻ്റെ ഒരു സുഹൃത്ത് ഗോപിനാഥൻ പറഞ്ഞൊരാളുണ്ടായിരുന്നു. അയാളുമായിട്ട് പങ്കുവെച്ച, അയാളൊക്കെ കുറച്ച് ക്ഷീണമുള്ള കാലം ആയിരുന്നു. അയാളൊക്കെ ഞാൻ കൊണ്ടുവന്ന് ഒരു പ്രസലിപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അതിന് ശേഷം അയാളങ്ങോട്ട് നേരി നല്ല നിലയിലായി. മകനൊക്കെ പിന്നെ നന്നായിട്ട് ഡാൻസിന് പാടുന്നൊരു ആൾ അരുൺ എന്നൊക്കെ പറയും. മൃദംഗം വായിക്കുന്നു കിരൺ, അവനൊക്കെ നന്നായിട്ട് വായിക്കും മൃദംഗം. അങ്ങനെ ഒരു കലാകുടുംബം തന്നെ. ശ്രീദേവി എന്ന് പറയും ഭാര്യ, അവർ കലാമണ്ഡലത്തിൽ പഠിച്ചതാണ് ഡാൻസ്. അവരും ഒരു നല്ല നിലയിലെത്തി. ഇപ്പോൾ അടുത്ത കാലത്ത് ഈ ഗോപിനാഥ് മരണപ്പെട്ടു പോയി. അതിൽ ഞാനും ദുഃഖിക്കണു. അപ്പോൾ അന്ന് നമ്മുടെ സുരേന്ദ്രൻ അവിടെ ഡാൻസ് കുറേശ്ശെ അഭ്യസിക്കുകയും ചെയ്യും, പിന്നെ കുറേശ്ശെ പഠിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു കാലം, ആ കാലത്താണ് ഞാനവിടെ, ഞങ്ങൾ തമ്മിലൊരു പരിചയം അങ്ങനെയാണ്. അപ്പോൾ ഈ ഡാൻസിനോട് വളരെയധികം, അതായത് അനുകമ്പ, സ്നേഹം ഉള്ളൊരാളാണ് ആര്? സുരേന്ദ്രൻ. ആ സുരേന്ദ്രനാണ് ഇപ്പോൾ എന്നോട് ഈ ചോദ്യങ്ങൾ ഓരോന്നും ചോദിക്കാൻ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം കോഴിക്കോടാണ് സ്വദേശം. എങ്കിലും അദ്ദേഹം ഒരുപാട് ശിഷ്യന്മാരെ ഇപ്പോൾ എന്താ പറയേണ്ടത്, പ്രാക്ടീസ് ചെയ്ത് വിട്ടിരിക്കണു. പിന്നെ ധാരാളം സ്റ്റേജുകളൊക്കെ ചെയ്തിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ സഞ്ചരിക്കുകയും ചെയ്തിരിക്കുന്നു കുട്ടികളെയും കൊണ്ടൊക്കെ. അങ്ങനെ ഇപ്പോൾ കോഴിക്കോട്, കണ്ണൂർ മാത്രമല്ല തെക്കോട്ടും കുറേ സ്ഥലങ്ങളിലൊക്കെ ഇദ്ദേഹത്തിന് ഭയങ്കര അറ്റാച്ച്മെൻറ്റ്, എന്താ ഞാൻ പറയേണ്ടത്, ഓരോ ഇതായിട്ട് വലിയൊരു കലാകാരനാണ് നമ്മുടെ സുരേന്ദ്രൻ ഡാൻസർ. അദ്ദേഹം
സുരുചി എന്താ സുരുചി ഏ ഗുരുജി സുരുചി സുരുചി ഗുരുജി ഗുരുജി അങ്ങനെ സ്ഥാപനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇതിന് കുറച്ച് കാലങ്ങളായി ഇങ്ങനെ, മനസ്സിലായോ? പിന്നെന്താ വെച്ചാൽ ഇദ്ദേഹം ഡാൻസിനെ പറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വളരെ വ്യക്തതയോടു കൂടിയാണ്. ആ ചുവട്, അതിൻ്റെ മുദ്ര, മറ്റേ അഭിനയം. നവരസങ്ങളിൽ പണ്ട് ഒരു തമാശ പറയും നമ്മൾ, ജഗതി ഇല്ലാത്തൊരു അഭിനയം സിനിമയിൽ കാണിക്കേണ്ടായി. അതുമാതിരി അല്ലാതെ തന്നെ നമ്മൾ നവരസത്തിൽ ചില്ല് അഭിനയങ്ങളുണ്ട്, മനസ്സിലായോ? സന്തോഷ സന്താപം എന്ന് പറഞ്ഞാൽ ഇതിന് കരുണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഏത് നവരസത്തിൽ ഈ കരുണം എങ്ങനെയാണ് സന്തോഷ സന്താപം, അതൊരു പുതിയ അഭിനയമായിരിക്കും, മനസ്സിലായോ? നമ്മൾ ഈ സന്തോഷ സന്താപം വരുന്നത് എവിടെയാച്ചാൽ, ഇപ്പോൾ ഒരു രാമായണം കഥയിൽ ശ്രീരാമനും സീതയും ഇരിക്കുന്ന മുന്നിൽ ഒരു സമയത്ത് ഹനുമാൻ വന്ന് മുന്നിൽ വരാൻ സാധിക്കുന്ന സമയത്ത് ആ ഭഗവാനെ ഭക്തി കൊണ്ടാണ് നിറയണം. ശ്രീരാമനെ അവിടെ തൊഴുത് കാക്കൽ വീണ് സമസ്താപരാധം പൊറുക്കണേ ഭഗവാനെ എൻ്റെ, ഞാൻ ഇത്ര കാലം കാണാൻ പറ്റാത്ത കാര്യങ്ങൾ, അതുകൊണ്ട് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് കണ്ണ് എടുത്തപ്പോഴേക്കും ഇരിക്കുന്നത് ആരാണ്? സാക്ഷാൽ സീതയാണ്, സീതാദേവി. അവരെയുണ്ട് കണ്ട ഉടനെ കണ്ണിലൊക്കെ ഉണ്ട് വെള്ളം നിറയാണ്. അവിടെയാണ് ഈ സന്തോഷ സന്താപം എന്ന് പറയുന്നത്, കൂടെ ഒരു ഭക്തിയും, മനസ്സിലായി? അപ്പോൾ ഈ പല അഭിനയങ്ങളും വരുന്നത് കൂട്ടത്തിലെ ഇങ്ങനെയാണ്, മനസ്സിലായോ? നവരസം മാത്രമല്ല, ഇത് കൂടാതെ അഭിനയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നുണ്ട്. അതെന്താ വെച്ചാൽ ഈ അഭിനയമാണ്, മനസ്സിലായോ? അപ്പോൾ ഈ ഭക്തി വളരെയധികം അധികമായി കഴിഞ്ഞാൽ അതിൽ സങ്കടം വരും, മനസ്സിലായോ? എല്ലാം വരുന്ന ഒരു കാര്യമാണ് ഈ നവരസത്തിലെ കരുണം. അപ്പോൾ ഈ ശൃംഗാരം എന്ന് പറഞ്ഞാൽ പിന്നെ പറയാനില്ലല്ലോ, വളരെയധികം സന്തോഷവും ശൃംഗരിച്ചുകൊണ്ടുള്ള കാര്യത്തിനും എല്ലാറ്റിനും ഒതുങ്ങുന്നതാണ് ശൃംഗാരം, മനസ്സിലായോ? രൗദ്രം അങ്ങനെയല്ല. രൗദ്രം പെട്ടെന്ന് ദേഷ്യം വരുന്ന, അതിന് വേറൊരു ഭാവം വേറെ ഇല്ല. വെച്ചാൽ അനുഗമിക്കുന്ന ഒരു ഭാവം വേറെയില്ല, ദേഷ്യം തന്നെയാണ് അത് ഭയങ്കരമാണ്, മനസ്സിലായോ? അപ്പോൾ അതിനാണ് ഈ തടം ഇളക്കുകയൊക്കെ ചെയ്യുന്നത്, ദേഷ്യത്തിനാണ്. അങ്ങനെയുള്ള ചില ഭാവങ്ങളൊക്കെ, അങ്ങനെ ഞാൻ കുട്ടിയിൽ അനവധി കാര്യങ്ങൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ്. ഇനി സുരേന്ദ്രന് എന്തേ ചോദിക്കാനുള്ളതെങ്കിൽ ചോദിക്കാം, ഒന്നും വിരോധമില്ല. ഇപ്പോൾ ഗോപിയേട്ടൻ ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി തുള്ളലിൽ ഇപ്പം ഗോപിയേട്ടൻ വെറും തുള്ളലല്ല, ഓട്ടം തുള്ളൽ മാത്രമല്ല, പറയൻ തുള്ളൽ, ശീതങ്കം തുള്ളൽ, ഇതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കലാമണ്ഡലത്തിൽ വന്നിട്ട് അതിൻ്റെ ചെറിയൊരു ഭാഗമായിട്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളും കൂടി ഒന്ന് വിശദീകരിച്ചാൽ. യെസ്. ഇന്ന് കാണുന്ന തുള്ളലിൻ്റെ പുതിയ തലമുറയോട് പറയാനുള്ളൊരു കാര്യമാണ് ഞാൻ പറയണത്. തുള്ളലിന് ഒരു ചട്ടക്കൂട് പറഞ്ഞു വന്നിട്ട്, ചതുരൻ ഒരു ചട്ടക്കൂട്, മനസ്സിലായി? ഈ ചട്ടക്കൂടിൽ നിന്ന് വേണം ഓട്ടംതുള്ളൽ ശരിക്ക് അവതരിപ്പിക്കാൻ. ഇതിപ്പോൾ എങ്ങനെയും എന്തും ആവാമെന്നുള്ള രീതിയിൽ ഇന്ന് തുള്ളൽക്കാർ അവതരിപ്പിക്കുന്നത് ധാരാളം കാണാനുണ്ട്. ഇതിൽ ദുഃഖം കലാമണ്ഡലത്തിൽ ഇങ്ങനെയൊക്കെ നിഷ്കർഷതയോടുകൂടി പഠിച്ച കുട്ടികൾ തന്നെ പുറത്തിറങ്ങിയിട്ട് തോന്നിയത് കാണിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്ന്. അപ്പോൾ എന്താണെന്ന് വരികില്ലേ, അവർ കുറച്ച് പൂവൊക്കെ എടുത്തിട്ട് ഏതെങ്കിലും ദൂരെ നിൽക്കുന്ന സ്ത്രീയെ വിളിക്കുക, ഈ പൂവ് കൊണ്ടുപോയിട്ട് ചിലപ്പോൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി തന്നെ കൊണ്ടുപോയിട്ട് അവരുടെ കയ്യിൽ കൊടുക്കുക, മനസ്സിലായോ? ഇങ്ങനെ ചെയ്യുന്ന ഇതൊന്നും പാടില്ല. നമ്മളുടെ ഈ ചട്ടക്കൂടിൽ പറഞ്ഞിരിക്കുന്നത് ഇത് അഭിനയം മാത്രമാണ്, അഭിനയത്തോടു കൂടിയ ഒരു കലയാണ് തുള്ളൽ. ഇത് അഭിനയമല്ല, മനസ്സിലായോ? ഇതൊരു ചെയ്ത്താണ്, അത് ചെയ്ത്ത് പാടില്ല, മനസ്സിലായോ? പറഞ്ഞു മനസ്സിലായോ? അതേമാതിരി ഇപ്പം മോഹിനിയാട്ടത്തിൽ
ഒരു കുട്ടി മോഹിനിയാട്ടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിൻ്റെ ഇടയിൽ കൂടി ചെന്നിട്ട് ഒരാളെ എന്നെ കെട്ടിപ്പിടിക്കുകയെ എന്തെങ്കിലും ഇതിൽ വരികൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കും. അങ്ങനെ ചെയ്താൽ ഭംഗിയുണ്ടോ? ഒരിക്കലുമില്ല. അതിനുണ്ടൊരു ചട്ടക്കൂട്. ഈ ഡാൻസിനുണ്ട് ഒരു ചട്ടക്കൂടുണ്ട്, ഇതേമാതിരി തുള്ളലിനുണ്ട്, കഥകളിക്കുമുണ്ട്. മനസ്സിലായി? കഥകളിക്ക് പിന്നെ ഈ കിരാതം എന്ന് പറയുന്ന ഒരു കഥയൊക്കെ ഉണ്ട്. അതിൽ പിന്നെ സ്റ്റേജിൽ നിന്ന് ഓടിപ്പോവുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഒരു നിയമമുണ്ട്. തുള്ളലിന് അതുമില്ല. തുള്ളലിന് ഇതിനകത്ത് നിന്നുകൊണ്ടേ നമുക്ക് ചെയ്യാവുള്ളൂ. വേറെ ആളെ കൈകൊണ്ട് സ്പർശിക്കാൻ പോലും പാടില്ല. അപ്പോൾ നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കട നീയങ്ങു മാറി കിടാശടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെന്നിട്ടുണ്ട്. അങ്ങോട്ട് തള്ളുകയോ പിടിക്കുകയൊന്നും പാടില്ല, തൊടാനൊന്നും പാടില്ല. നമുക്ക് ആ കണക്കുണ്ട്. അഭിനയം മാത്രമേ പാടുള്ളൂ. ഇന്ന് കാണുന്ന തുള്ളൽ അങ്ങനെയല്ല. ഒരുപാട് തുള്ളലുകൾ പലരെയും അത് ഒരാൾ ചീണ് കാണുമ്പോൾ ഓഡിയൻസ് ചിരിക്കാൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യാമെന്നാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. തുള്ളലെന്നുള്ളതല്ല. അങ്ങനെ ശരിയല്ല അത്. അതാണ് എനിക്ക് പറയാനുള്ളൊരു അഭിപ്രായം. ഇതിങ്ങനെ പോയാൽ അവസാനം തുള്ളലല്ലാതെ വരും. അത് വരരുത് എന്നാണ് പറയാനുള്ളൊരു അഭിപ്രായം. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളലാണ്. ഈ തുള്ളലിൽ 3 തരം തുള്ളലുണ്ട്. ഓട്ടൻ 1, ശീതങ്കൻ 2, പറയൻ 3. ഇങ്ങനെ 3 തരം തുള്ളലാണ്. 3ൻ്റെയും രീതിഭേദം ആണ് ഉള്ളത്. അതായത് ഒരു രീതിയല്ല, 3നും 3 രീതി തന്നെയാണ്. ഇതുപോലെ തന്നെ താളവും ഇങ്ങനെ തന്നെയാണ്. 3 തരം താളാണ്. വേഷത്തിലാണോ ഇതും അതേമാതിരി തന്നെ 3 തരം വേഷമാണ്. മനസ്സിലായി? അപ്പോൾ ഇത് ഒന്നും താരതമ്യപ്പെടുത്താൻ പറ്റില്ല. കാരണം നമ്മൾ പറയും ആദ്യ താളം അല്ലെങ്കിൽ ചെമ്പട താളം എന്ന് പറയും. ഈ ചെമ്പട താളം തന്നെയാണ് ഓട്ടംതുള്ളലിന് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? മറ്റതിനെ ത്രിപിട, ശീതങ്കം തുള്ളലിനെ നമ്മൾ ഗണ്ടചാപ്പ് എന്ന് പറയും. ഗണ്ടചാപ്പാണ് അതിന് ഉപയോഗിക്കുക. അപ്പോൾ താക്ക താക്കിട്ട 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 താക്ക, ഇതാണ് ശീതങ്കന് വരുന്നത്. ഇതിലാണ് കല്യാണ സൗഗന്ധികം ഒക്കെ വരുന്നത്. അപ്പോൾ നോക്കട നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കട നീയങ്ങു മാറിക്കിടാശട, ഈ വരി വരുന്നത് ഗണ്ടചാപ്പാണ്. ഗണ്ടചാപ്പ് മൃദംഗക്കാർക്ക് ഗണ്ടനട എന്ന് പറയും. താക്ക താക്കിട്ട താക്ക താക്കിട്ട, അങ്ങനെ അവരുടെ വായനയും അത് തന്നെയാണ് മൃദംഗത്തിലും. അങ്ങനെയുള്ള ചോടുകളാണ് ശീതങ്കന് വരുന്നത്. പറയനാവട്ടെ, പറയന് മിശ്രചാപ്പ് എന്ന് പറയും. അതാണ് ത്രിപുട. തക്കിട്ട ടക്ക ഡേമി തക്കിട്ട ടക്ക ഡേം തക്കിട്ട ടക, ഇത് ഈ ചോടാണ്. ഇത് പറയുന്ന ഇതാണ്. അപ്പം 3നും 3 തരം താളമാണ്. ഈ രീതിയാണെങ്കിലോ ഓട്ടനെ രജനി കഴിഞ്ഞു പുലർന്നൊരു സമയേ രചിത സുഖേന മുകുന്ദൻ ഭഗവാൻ, ഇങ്ങനെ ദിനകൃത്യങ്ങൾ കഴിച്ചു ഭുജിച്ചഥ നിജമണി ഭവനെ ചെന്നു വസിച്ചു. ഇനി തുള്ള രീതിയിൽ ഉള്ളിൽ നിനച്ചിതൊരു മിണിദേവി ഉള്ളിലഹമ്മതി ഉണ്ടിഹ കിഞ്ചിൽ, ഇത് ആദ്യ താളാണ്. ഉള്ളിൽ നിനച്ചിതൊരു മിണിദേവി ഉള്ളിലഹമ്മതി ഉണ്ടിഹ കിഞ്ചിൽ, ഇത് ആദ്യ താളം. മനസ്സിലായി? അപ്പോൾ അതാണ് ഓട്ടന് വരുന്നത്. മനസ്സിലായി? ശീതങ്കന് ഗണ്ട നടാന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ? മനസ്സിലായി? കല്ലും മരങ്ങളും തല്ലിത്തകർത്തുകൊണ്ടുല്ലാസമോടം ചെല്ലുന്ന നേരത്ത്, ഇങ്ങനെ. ഇത് ശീതങ്കന. അപ്പോൾ താളം മാറി. ഗണ്ട ചാപ്പാണ് ഈ താളം. ഇപ്പോൾ ഇനി ആണെങ്കിൽ അതിന് മിശ്ര ചാപ്പാണ് വരുന്നത്. മനസ്സിലായോ? ഹരണാംഗ ഭരണൻ്റെ ചരണം പോരുഹം രണ്ടും ശരണമിങ്ങിതു
തന്നെ വരണമെന്നനു വേലം. ഇത് വിരുത്തത്തിൻ്റെ ഒരു ഛായയിലാണ് തുടങ്ങണത്. എങ്കിലും ജനിച്ചു പണ്ടൊരു വേടൻ വനത്തിൽ പാണ്ഡകാക്യം പോൽ. താളം മിശ്രചാപ്പ് തന്നെയാണ്, മനസ്സിലായോ? അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ മൂന്നിനും 3 തരം താളമാണ് ഉപയോഗിക്കുന്നത്, മനസ്സിലായോ? അതേ രീതി, വേഷവിധാനം, തുള്ളലിന് എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ആകൃതിയിലുള്ള ഒരു കിരീടം, നല്ല മുഖത്ത് നല്ല പച്ച തേച്ച് പുരികവും കണ്ണൊക്കെ എഴുതി, മനസ്സിലായോ? അരയിൽ കച്ചയൊക്കെ കൊടുത്ത് ചിലങ്കിയൊക്കെ കെട്ടി, മനസ്സിലായോ? മാറുമാല, ഹസ്തഘടകം ഒക്കെ ഇട്ടിട്ട് അങ്ങനെ നടൻ രംഗത്ത് വരുന്നത് ഓട്ടംതുള്ളൽ. പക്ഷേ ശീതകനാകട്ടെ അങ്ങനെയല്ല. ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ ഓട്ടംതുള്ളലിൻ്റെ കഴുത്തിന് ചോട്ടിലേക്ക്, മുഖത്ത് തേപ്പിന് വ്യത്യാസമുണ്ട്. ഡാൻസിനൊക്കെ മിനുക്കാണ് അതിന് പറയുക, മിനുക്ക് എന്ന്. മുഖത്ത് ഡാൻസിനൊക്കെ മേക്കപ്പ് ചെയ്യുന്ന മാതിരി ചെയ്ത് ഒരു കറുത്ത ഉറുമാല, ഒരു കൊണ്ട കെട്ടും. അതിൻ്റെ മുകളിൽ കൊണ്ടത്താമര പറഞ്ഞ് നമ്മൾ കുരുത്തോല കൊണ്ട് ഉണ്ടാക്കിയൊരു പൂക്കളുണ്ട്, അത് ധരിക്കും, മനസ്സിലാവും? കയ്യിലും ഹസ്തഘടകത്തിന് പകരം അവിടെയും ഇത് ധരിക്കും. ഇതാണ് ശീതകൻ്റെ വേഷവിധാനം, മനസ്സിലായോ? പറയുംതുള്ളലിന് അങ്ങനെയല്ല. പറയുംതുള്ളലിന് ഒരു ത്രികോണാകൃതി, അതായത് കൂമ്പൻ മുടി എന്ന് അതിന് പറയാം. അങ്ങനെ ഒരു മുടിയാണ്, ത്രികോണാകൃതി തോന്നും, അത് അങ്ങനത്തെ ഒരു മുടി. അതിൽ സർപ്പപ്പത്തി മുകളിൽ. അങ്ങനെ ശരീരത്തൊക്കെ ഭസ്മക്കുറിയാണ് ധാരാളം ധരിക്കണം, മനസ്സിലാവും? രുദ്രാക്ഷം ശരീരത്തിൽ ധരിക്കും. ഒരു കാലിൽ ചിലങ്ക കെട്ടാവുള്ളൂ, കാരണം ഇത് ശിവരൂപമാണ്. ശിവൻ്റെ കണ്ടിട്ടുണ്ടാവുക, ഈ നടനത്തിൽ കാലിങ്ങനെ വയ്ക്കുമ്പോൾ ഇതിൽ ഒരു വളയം, ഒരു കാലിലൊരു ചിലങ്ക കാണും, മറ്റേ കാലിലുണ്ടാവില്ല അത്. അപ്പോൾ ആ ഇതിനെ സങ്കല്പിച്ചിട്ട് ശിവരൂപത്തെയാണ് ഈ പറയുംതുള്ളലിന് അവർ എന്താ പറയേണ്ടത്, ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ രൂപമാണ്. അതുകൊണ്ട് ഒരു കാലിൽ ചിലങ്ക കെട്ടാറുള്ളൂ പറയുംതുള്ളലിന്. അങ്ങനെയാണ് നടൻ രംഗത്ത് വരൽ. അതങ്ങനെ പറയുംതുള്ളൽ. ഇങ്ങനെ 3 തരം തുള്ളലാണ്. അപ്പോൾ എല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. രീതിഭേദം, ചൊല്ലുത്തിലുള്ള വ്യത്യാസം, താളവ്യത്യാസം, മനസ്സിലായോ? ബാക്കി അഭിനയം എല്ലാം ഒന്ന് തന്നെയാണ്. ഏതായാലും നമ്മുടെ കലാമണ്ഡലം ഗോപിനാഥപ്രഭ, അങ്ങനെ പറഞ്ഞാൽ പോരാ, പ്രൊഫസർ കലാമണ്ഡലം ഗോപിനാഥപ്രഭ അദ്ദേഹത്തിൻ്റെ നൃത്തത്തെക്കുറിച്ച്, അതായത് ഓട്ടംതുള്ളൽ, പറയുംതുള്ളൽ, ശീതങ്കൻ തുള്ളൽ, തൻ്റെ കഴിഞ്ഞ കാലഘട്ടം, കലാകാരന്മാരുടെ തുടക്കങ്ങൾ, ഇടയിൽ സംഭവിച്ച കുറേ നല്ല കാര്യങ്ങൾ, അവാർഡ്, കലാകാരന് പലപ്പോഴും കിട്ടുന്നത് ഓരോ അവാർഡുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മഹാസംഭവം പോലെയാണ്. കാരണം കാശ്, കലാകാരന്മാരെപ്പോഴും ദാരിദ്ര്യത്തിലാണ് ജീവിച്ചു പോവുക. എന്നാലും 10 കാശ് കൂടുതൽ കിട്ടുന്നതും കലാകാരൻ തന്നെയാണ്, സുഖമായി ജീവിക്കുന്നതും കലാകാരൻ തന്നെയാണ്. പക്ഷേ അവാർഡുകളാണ് ഏറ്റവും വലിയ സംതൃപ്തി നൽകുന്നത് എന്നുകൂടി ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും അദ്ദേഹത്തെ കാണാനും, വർഷങ്ങൾക്ക് ശേഷം ഷൊർണൂരിൽ വന്ന് അദ്ദേഹത്തെ കാണാനും അദ്ദേഹവുമായി കുറച്ച് സല്ലപിക്കാനും കഴിഞ്ഞത് വളരെ മഹാഭാഗ്യമായിട്ട് കരുതുന്നു. മാഷേ, ഒരുപാട് സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.